മമ്മൂക്ക എന്ന മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഏതാനും നാളുകളായി പലതരത്തിലുള്ള വാർത്തകളാണ് പരക്കുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാലും മമ്മൂട്ടിയും. മലയാള ചലച്ചിത്ര ലോകം വിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ പേരുകേട്ട രണ്ട് നടന്മാരായി ഈ കാലം കൊണ്ട് രണ്ടുപേരും വളർന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഇവർക്ക് ധാരാളം ആരാധകരും ഇവരുടെ പേരിൽ ധാരാളം ഫാൻസ് അസോസിയേഷനുകളും ഉണ്ട്. ഫാൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ തമ്മിലും ആരാധകർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ വ്യക്തി ജീവിതത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹോദര ബന്ധം പുലർത്തുന്നവരുമാണ് എന്ന് കഴിഞ്ഞ കാലം കൊണ്ട് തന്നെ അവർ പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി തന്റെ സഹോദര സ്ഥാനീയനാണ് എന്ന് മോഹൻലാൽ പല വേദികളിലും പരസ്യമായി പറയുകയും മമ്മൂട്ടിയെ സ്നേഹപൂർവ്വം ഇച്ചാക്ക എന്ന് അഭിസംബോധന ചെയ്യുന്നതായി മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും വാർത്ത കൊടുത്തിട്ടുണ്ട്. ആരാധകർ തമ്മിൽ തല്ലുമ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും സ്വകാര്യ ജീവിതത്തിൽ സ്നേഹം കൊണ്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രണ്ട് മനോഹര വ്യക്തിത്വങ്ങളാവുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നത്. അതിനു പിന്നാലെ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പാപ്പരാസികൾ കുറെ അലഞ്ഞു. അതൊരു ഫേക്ക് ന്യൂസ് ആണെന്നും അല്ല എന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഇതിന് ഏതാണ്ട് ഒരു അടിസ്ഥാനം ഉണ്ടായത് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി എന്നുള്ള വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നപ്പോഴായിരുന്നു. അതിനെ ചൊല്ലിയും പല വിവാദങ്ങളും ഉണ്ടായി. എന്നാൽ ഒരു വിഭാഗം നല്ല ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് ഈ വിവാദങ്ങൾ ഒന്നുമായിരുന്നില്ല. മമ്മൂട്ടിക്ക് ശരിക്കും രോഗമുണ്ടോ എന്നുള്ള സത്യാവസ്ഥ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുള്ള വാർത്തകൾ തള്ളി PR ടീം രംഗത്ത് വന്നിരുന്നു. നിലവിൽ മമ്മൂട്ടി സിനിമാ ചിത്രീകരണത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയുമാണ്. അതിനിടെ നടൻ മോഹൻലാൽ ശബരിമല ദർശനത്തിനിടെ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതും വലിയ വാർത്തയായി. ഇതോടെ മമ്മൂട്ടി അസുഖബാധിതനാണെന്നുള്ള പ്രചരണത്തിന് ശക്തിയുമേറി. അതിനിടെ നടൻ തമ്പി ആന്റണി മമ്മൂട്ടിക്ക് കുടലിലെ ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരികയും ഉണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് മമ്മൂട്ടിയിൽ നിന്നോ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നോ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിനിടെ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് മോഹൻലാൽ. ചെന്നൈയിൽ എമ്പുരാൻ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് തമിഴ് മാധ്യമ പ്രവർത്തകർ മോഹൻലാലിനോട് ചോദിച്ചത്. താങ്കൾ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയതായി വാർത്തകൾ വന്നിരുന്നുവെന്നും നിങ്ങളുടെ ആഴത്തിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഒന്ന് പറയാമോ എന്നുമായിരുന്നു ഒരു തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. അതേക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു. താൻ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി ഒരു പൂജ ചെയ്തു. ദേവസ്വം ബോർഡിലെ ആരോ ഒരാൾ ആ പൂജയുടെ റെസിപ്റ്റ് എടുത്ത് മാധ്യമങ്ങളിലേക്ക് വിട്ടു. അതേക്കുറിച്ച് എന്ത് പറയാനാണ് മോഹൻലാൽ ചോദിച്ചു. അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് എന്താണ് പുറത്തു പറയേണ്ട ആവശ്യം? ചില ആളുകൾ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്, എന്നിട്ട് നിങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. അതുപോലെ മമ്മൂക്ക തന്റെ സുഹൃത്താണ് എന്നും സഹോദരനാണ് എന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിൽ മറ്റൊന്നുമില്ല. അതേസമയം മമ്മൂട്ടിയുടെ നിലവിലെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുയർന്നു. തമിഴ്നാട്ടിലും മമ്മൂട്ടിക്ക് നിരവധി ആരാധകർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ? അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരുന്നു മറ്റൊരു തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അതുപോലെ മാത്രം, പേടിക്കാനൊന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു.